ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന ഭൂമിയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ നടപ്പാക്കി ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ രാജ്യത്തിന്റെ സാമുദായിക സൗഹാർദ്ദത്തിനും മതേതര മൈത്രിക്കും മുറിവേൽപ്പിക്കുന്ന തരത്തിൽ മറ്റൊരു നീക്കം കൂടി ഉണ്ടായിരിക്കുന്നു. മുസ്ലിങ്ങൾ നിലവിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന UP വാരാണസിയിലെ ഗ്യാൻവാപ്പി പള്ളിയിൽ ഹിന്ദു വിശ്വാസികൾക്കും പൂജ നടത്താനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് വാരാണസി ജില്ലാ കോടതി. ബാബരി മസ്ജിദിന്റെ വഴിയെ തന്നെയാണ് ഗ്യാൻവാപ്പിയുടെയും പോക്ക്. മസ്ജിദ് നിലനിൽക്കുന്ന ഭൂമിയുടെ അവകാശവാദത്തെ ചൊല്ലി 3 പതിറ്റാണ്ട് നീണ്ട നിയമ പോരാട്ടത്തിനോടും പുരാവസ്തു വകുപ്പിന്റെ ശാസ്ത്രീയ സർവേ റിപ്പോർട്ട് വന്നതിന് കഴിഞ്ഞ മാസമാണ്. അതിന് പിന്നാലെയാണ് പൂജയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത്. മുസ്ലിങ്ങൾ മുകളിൽ നമസ്കാരത്തിനെത്തുമ്പോൾ താഴെ ഹിന്ദു വിശ്വാസികൾ പൂജയ്ക്കുമെത്തും. ഇത് വിശ്വാസികൾക്കിടയിൽ കൂടുതൽ സ്പർദ്ധയുണ്ടാക്കാനല്ലേ വഴിവെക്കുകയെന്ന ആശങ്ക നിറഞ്ഞ ചോദ്യങ്ങളാണ് ഇപ്പോൾ മുന്നിൽ ഉയരുന്നത്. അതിനാൽ തന്നെ വാരാണസി കോടതിയുടെ ഉത്തരവിനെ ഞെട്ടലോടെയാണ് മതേതര വിശ്വാസികളെല്ലാം കാണുന്നത്. എന്തായാലും വിധിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ നൽകാനിരിക്കുകയാണ് മസ്ജിദ് കമ്മിറ്റി. അപ്പോൾ നിയമ പോരാട്ടം തുടരുമെന്ന് വ്യക്തം. എന്തായാലും നമ്മൾ പരിശോധിക്കുന്നത് ഗ്യാൻവാപ്പി പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കത്തിന്റെ നാൾ വഴികളിലേക്കാണ്. ഗ്രാഫിക്സിന്റെ സഹായത്തോടുകൂടി എന്താണ് ഈ ഗ്യാൻവാപ്പി പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന 3 പതിറ്റാണ്ടോളമായി നടന്നുകൊണ്ടിരിക്കുന്ന നിയമ പോരാട്ടങ്ങളുടെയും ഒപ്പം തർക്കത്തിൻ്റെയും വിശദാംശങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. മസ്ജിദ് നിർമ്മാണം 17-ാം നൂറ്റാണ്ടിലാണ്. വ്യക്തമായി പറഞ്ഞാൽ 1669 മുഗൾ ഭരണാധികാരിയായിരുന്ന ഔറംഗസേബാണ് പള്ളി നിർമ്മിച്ചത് എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോൾ 1669 17-ാം നൂറ്റാണ്ടിൽ ആണ് മസ്ജിദ് നിർമ്മിച്ചത്. അങ്ങനെ 1991 ഈ ഗ്യാൻവാപ്പി പള്ളിയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഒരു ഹർജി വാരാണസി പ്രാദേശിക കോടതിയിൽ വരികയാണ്. ക്ഷേത്രം പൊളിച്ചാണ് പള്ളി പണിത്. അതായത് വിക്രമാദിത്യ മഹാരാജാവ് നിർമ്മിച്ച കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്താണ് ഔറംഗസീബ് ഈ പള്ളി ക്ഷേത്രഭൂമിയിൽ നിർമ്മിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 1991 ആദ്യ ഹർജി വരികയാണ് വാരാണസി പ്രാദേശിക കോടതിയിൽ. അപ്പോൾ ഇത് ക്ഷേത്രം നിലനിന്നിരുന്ന ഭൂമിയാണ്, അതുകൊണ്ട് പള്ളി ക്ഷേത്രത്തിനായി തന്നെ വിട്ടു നൽകണം, ഹിന്ദു മത വിശ്വാസികൾക്ക് അവിടെ ആരാധന നടത്താനുള്ള അവകാശം നൽകണം എന്നാവശ്യപ്പെട്ടായിരുന്നു അന്ന് 1991 അവിടുത്തെ പൂജാരിയുടെ അടുത്ത സുഹൃത്തുക്കളും ചേർന്ന് ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ പുരോഹിതനും അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായികളും ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഹർജി നൽകിയത്. പിന്നീട് സംഭവിക്കുന്നത് 1998 മസ്ജിദ് കമ്മിറ്റി ഹൈക്കോടതിയിലെത്തുന്നു. അതായത് ഈ വാരാണസി ജില്ലാ കോടതി ഇത് പരിഗണിക്കാമെന്നുള്ള ഒരു മറുപടി നൽകുന്നു. അതിനെതിരെ വാരാണസി ജില്ലാ കോടതിയിൽ തന്നെ മസ്ജിദ് കമ്മിറ്റി ഹൈക്കോടതിയിലേക്ക് പോകുന്നു. 22 വർഷത്തേക്ക് അവിടെ യാതൊരു ഇടപെടലും പാടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 22 വർഷത്തേക്ക് അതിന് സ്റ്റേ ചെയ്യുകയാണ് അലഹാബാദ് ഹൈക്കോടതി ചെയ്തത്. പിന്നീട് നമ്മൾ കാണുന്നത് 22 വർഷത്തേക്ക് അതിനകത്ത് ഒന്നും ചെയ്യരുതെന്ന് അലഹാബാദ് ഹൈക്കോടതിയുടെ ഉത്തരവാണ്. അങ്ങനെ 2019 വരെ കാര്യമായി ഒന്നും ഈ ഗ്യാൻവാപ്പി പള്ളിയുമായി ബന്ധപ്പെട്ട് നടന്നില്ല. 2019 ഈ നിയമ പോരാട്ടം വീണ്ടും സജീവമാവുന്നതാണ് നമ്മൾ കാണുന്നത്. 2019 സർവേ നടത്തണമെന്നാവശ്യപ്പെട്ട് വീണ്ടും ഹർജി എത്തുകയാണ് അലഹാബാദ് പ്രാദേശിക കോടതിയിൽ. എന്ന് വെച്ചാൽ അവിടെ ക്ഷേത്രം നിലനിന്നിരുന്നതാണ്. ആ ക്ഷേത്രം നിലനിന്നിരുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ ഒരു സർവേ വേണം എന്നുള്ളതായിരുന്നു ആവശ്യം. ആ നിലക്ക് സുപ്രീം കോടതി സർവേക്ക് അനുമതി ഈ സർവേ എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിക്കുകയാണ് വാരാണസി ജില്ലാ കോടതി ചെയ്തത്. 2021 സുപ്രീം കോടതിയിൽ ഹർജി പോകുന്നു. അതായത് അവിടെ സർവേ നടത്തണം, ആ ഭൂമി ക്ഷേത്രത്തിൻ്റെതാണ്, ആ നിലക്ക് അവിടെ ഹിന്ദു മതവിശ്വാസികൾ കൂടി ആരാധന നടത്താനുള്ള അവകാശം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിയിലും എത്തുന്നു. സുപ്രീം കോടതി കേന്ദ്രത്തിൻ്റെ പ്രതികരണം തേടുന്നതാണ് 2021 നമ്മൾ കാണുന്നത്. 2022 എത്തുമ്പോൾ 2022 ഏപ്രിലിൽ വീഡിയോ സർവേക്ക് ഉത്തരവ് നൽകുകയാണ് വാരാണസി ജില്ലാ കോടതി ചെയ്തത്. അത് അലഹാബാദ് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ അവിടെ ഈ പറയുന്നത് പോലെ ഈ പരാതി നൽകിയവർ ഹർജിക്കാർ പറയുന്നത് പോലെ അവിടെ ക്ഷേത്രം നിലനിന്നതിൻ്റെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഈ ബുദു ഖാന അതായത് അംഗസ്നാനം നടത്തുന്ന പള്ളിയിലെത്തുന്ന മുസ്ലിം വിശ്വാസികൾ അംഗസ്നാനം നടത്തുന്ന ഭാഗത്ത് കണ്ട ഒരു നിർമ്മിതി അത് ശിവലിംഗമാണ് എന്നായിരുന്നു ഹർജിക്കാർ നേരത്തെ ആരോപിച്ചിരുന്നത്, ചൂണ്ടിക്കാട്ടിയിരുന്നത്. അപ്പോൾ അതൊക്കെ വ്യക്തമാകുന്നതിന് വേണ്ടി ഒരു വീഡിയോ സർവേ നടത്താം എന്നുള്ള ഒരു വീഡിയോ സർവേ നടത്താനുള്ള അനുമതി കോടതി നൽകുന്നതാണ് നമ്മൾ പിന്നീട് 2022 മെയ്യിൽ കാണുന്നത്.
2023 മെയ്യിലേക്ക് എത്തുമ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതായത് പുരാവസ്തു വകുപ്പിൻ്റെ ഒരു വിശദമായ ശാസ്ത്രീയ സർവേ ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഹിന്ദു മതവിശ്വാസികളായ ചിലർ വാരാണസി ജില്ലാ കോടതിയിലേക്ക് എത്തുന്നു. 2023 ജൂലൈയിൽ ശാസ്ത്രീയ സർവേക്ക് ഉത്തരവിടുന്നു വാരാണസി ജില്ലാ കോടതി. വാരാണസി ജില്ലാ കോടതിയിൽ ഈ പുരാവസ്തു വകുപ്പിൻ്റെ ശാസ്ത്രീയ പരിശോധിച്ചാൽ കാർബൺ ഡേറ്റിംഗ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി എത്തുന്നു. അത് വാരാണസി ജില്ലാ കോടതി അനുമതി നൽകുന്നു. 2023 ഓഗസ്റ്റിലേക്ക് എത്തുമ്പോൾ വാരാണസി ജില്ലാ കോടതിയുടെ ഈ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള ഉത്തരവ് അലഹബാദ് ഹൈക്കോടതി ശരിവെക്കുന്നു. 2023 ഓഗസ്റ്റിൽ സർവേ തുടങ്ങുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. 2023 ഡിസംബർ 18 എത്തുമ്പോൾ 2023 ഡിസംബർ 18, അതായത് ഇന്ന് ഇത് ജനുവരിയാണ്. കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് ഈ പുരാവസ്തു വകുപ്പ് അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൃത്യമായ ഒരു ശാസ്ത്രീയ പരിശോധന നടത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സീൽഡ് ചെയ്ത കവറിലാണ് കോടതിയിൽ ആ റിപ്പോർട്ട് സമർപ്പിച്ചത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അപ്പോൾ ആ റിപ്പോർട്ട് പക്ഷേ ചോർന്നു. പല മാധ്യമങ്ങൾക്കും ദേശീയ മാധ്യമങ്ങൾക്കുമൊക്കെ ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ കിട്ടി. ആ റിപ്പോർട്ട് അനുസരിച്ച് ഹിന്ദു ക്ഷേത്രാവശിഷ്ടങ്ങൾ ഈ സർവേയിൽ കണ്ടെത്തി എന്നുള്ളതാണ് റിപ്പോർട്ടിലുള്ളത്. എന്ന് വെച്ചാൽ ഈ അവിടുത്തെ പ്രതിഷ്ഠകളുടെയൊക്കെ ചില ഭാഗങ്ങളും ക്ഷേത്രം നിലനിന്നിരുന്നതിൻ്റെ ചില തൂണും അവശിഷ്ടങ്ങളുമൊക്കെ അടിയിൽ കുഴിച്ച് ഉത്ഖനനം നടത്തിയപ്പോൾ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടിലുണ്ട്. ആ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല. എങ്കിൽ കൂടി ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടി ഉണ്ടാകുന്നു. വാരാണസിയിലെ വേദവ്യാസ പീഠക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ ശൈലേന്ദ്രകുമാർ പാഠക് വ്യാസ് നൽകിയ ഹർജിയിൽ മസ്ജിദിലെ നിലവറയിൽ പൂജ നടത്താൻ വാരാണസി ജില്ലാ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. 2024 ജനുവരി 31 പൂജയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് വാരാണസി കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. മസ്ജിദിലെ സോമനാഥ് വ്യാസ് നിലവറയിലുള്ള ശൃംഗാർ ഗൗരിയിലും ദൃശ്യവും അദൃശ്യവും മറ്റ് വിഗ്രഹങ്ങളിലും പൂജ നടത്താൻ അനുമതി തേടിയായിരുന്നു പൂജാരി വാരാണസി ജില്ലാ കോടതിയെ സമീപിച്ചത്. ഈ ആവശ്യമാണ് വാരാണസി ജില്ലാ കോടതി അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പൂജയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരാഴ്ചക്കുള്ളിൽ ഉറപ്പുവരുത്തണമെന്നുകൂടി വാരാണസി ജില്ലാ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്, ഉത്തരവിട്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്നാണ് മസ്ജിദ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ നിയമപോരാട്ടം ഇനിയും തുടരുമ്പോൾ അത് എങ്ങനെയായിരിക്കും ഇക്കാര്യത്തിൽ കോടതി ഇനി ഒരു കേൾക്കാൻ പോകുന്നത്, ഇനി ഒരു തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നത്? സ്വാഭാവികമായും ഇത് ശരിവെക്കുകയാണെങ്കിൽ അടുത്തയാഴ്ചയോടുകൂടി പള്ളിയുടെ മുകളിൽ മുസ്ലിം വിശ്വാസികളുടെ നമസ്കാരവും താഴെ പൂജയും നടക്കും. അപ്പോൾ സ്വാഭാവികമായും ആളുകളുടെ ഒരു സംശയവും ആശങ്കയും, അങ്ങനെ ഒരു ആരാധനാലയത്തിൽ തന്നെ 2 വിശ്വാസികൾ എത്തുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ തർക്കത്തിനും സ്പർദ്ധയ്ക്കും അത് കാരണമാവില്ലേ എന്ന ആശങ്ക നിറഞ്ഞ ചോദ്യങ്ങൾ ഉയരുകയാണ്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. ഇനിയും നിയമവ്യവഹാരങ്ങളിലേക്കും നിയമപോരാട്ടങ്ങളിലേക്കും ഈ ഗ്യാൻവാപ്പി തർക്കം പോകുമോ എന്നുള്ളത് കൂടി പരിശോധിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി തൗഫീഖ് അസ്ലമിൻ്റെ റിപ്പോർട്ട് കൂടി കാണാം. 1991 ആരാധനാലയ സംരക്ഷണ നിയമം അപ്രസക്തമാവുകയാണോ എന്ന ആശങ്കയാണ് കോടതി വിധികളിലൂടെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജയ്ക്ക് അനുമതി നൽകിയതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വീണ്ടും രാജ്യമാകമാനം ഉയരുകയാണ്. ഈ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് മസ്ജിദ് കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കോടതിയുടെ വിശദാംശങ്ങൾ പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് മസ്ജിദ് കമ്മിറ്റി കടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. വ്യാസ് കുടുംബാംഗമാണ് കോടതിയിൽ ഇത്തരമൊരു ആവശ്യവുമായി സമീപിക്കുകയും അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി കോടതിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഗ്യാൻവാപ്പിയുമായി ബന്ധപ്പെട്ട് നിരവധി ഹർജികളും അതിന്മേൽ വാദങ്ങളും നടക്കുന്നതിനിടയിലാണ് വാരണാസി ജില്ലാ കോടതി വളരെ വേഗം തന്നെ ഒരു തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും നടക്കാതെ വ്യാസ് കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അവിടെ പൂജ നടത്താനുള്ള ഒരു അനുമതി നൽകിയിരിക്കുന്നത്. 7 ദിവസത്തിനകം ജില്ലാ ഭരണകൂടം ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഈ പൂജ നടത്താനായിട്ട് ഒരുക്കി നൽകണമെന്നാണ് കോടതി വിധിയിലെ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. എത്രയും വേഗം ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആ ബേസ്മെന്റിനടിയിൽ, അതായത് ഈ പള്ളിയുടെ അടിയിലാണ് പൂജ നടത്താനുള്ള ഒരു അനുമതി ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. അവിടെ 4 നിലവറകളാണുള്ളത്. ഈ 4 നിലവറകൾക്കുള്ളിൽ ഒന്നിൽ ഇവർക്ക് ആരാധന നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ജില്ലാ ഭരണകൂടം ഒരുക്കി നൽകണമെന്നും അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡുകളെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് അവിടെ പൂജ നടത്താൻ വരുന്ന ആളുകൾക്ക് ഒരു പ്രശ്നങ്ങളും കൂടാതെ കടന്നു പോകാനുള്ള സംവിധാനം ഒരുക്കി നൽകണമെന്നാണ് ഇപ്പോൾ കോടതിയുടെ ഒരു പ്രധാന
ഇതിൻ്റെ ഉത്തരവിൽ പറയുന്നത്. എന്തായാലും മസ്ജിദ് കമ്മിറ്റി ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്യുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം പുരാവസ്തു വകുപ്പ് കഴിഞ്ഞ ദിവസമായിരുന്നു മസ്ജിദ് കമ്മിറ്റിയിൽ മസ്ജിദിൽ നടത്തിയ സർവേയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ഈ മസ്ജിദ് നിലനിൽക്കുന്നതിനടിയിൽ മുമ്പ് 17-ാം നൂറ്റാണ്ടിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളൊരു അവകാശവാദമായിരുന്നു പുരാവസ്തു വകുപ്പ് അവരുടെ റിപ്പോർട്ടിലൂടെ മുന്നോട്ട് വെച്ചത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം മസ്ജിദ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉയരുകയും സുപ്രീം കോടതി അടക്കം മസ്ജിദ് കമ്മിറ്റി സമീപിക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വളരെ വേഗം തന്നെ വാരണാസി ജില്ലാ കോടതിയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു വിധിയും കൂടി ഇത്തരത്തിൽ പൂജ നടത്താനുള്ള ഒരു അനുമതി കൂടി മസ്ജിദിൽ നൽകുന്നു അല്ല കൊടുക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ മസ്ജിദിൽ ഗ്യാൻവാപ്പി മസ്ജിദിൽ ഇപ്പോഴും നിരന്തരമായിട്ട് അവിടെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അവിടെ ജുമാ നമസ്കാരത്തിനുൾപ്പെടെ നിരവധി വിശ്വാസികൾ അവിടെ മസ്ജിദിൽ എത്തുന്നതാണ്. ഇത്തരത്തിൽ ഒരു പ്രാർത്ഥന അവിടെ നടക്കുമ്പോൾ തന്നെയാണ് അതിന് സമീപത്തായിട്ട് മറ്റൊരു പൂജ നടത്താനുള്ള അനുമതി കൂടി ഇപ്പോൾ കോടതി തന്നെ ഇത്തരത്തിൽ നൽകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. രാജ്യമാകമാനം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നുണ്ട്. അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും ഇനിയിപ്പോൾ മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ അലഹബാദ് ഹൈക്കോടതി എന്ത് നിലപാടായിരിക്കും ഈ വിഷയത്തിൽ എടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ വാരണാസി ജില്ലാ കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യവുമായിട്ടായിരിക്കും മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കുക. അലഹബാദ് ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ് മസ്ജിദ് കമ്മിറ്റി. പക്ഷേ എന്നായിരിക്കും ഹർജി നൽകുക? എപ്പോഴായിരിക്കും അലഹബാദ് ഹൈക്കോടതി ഹർജി പരിഗണിക്കുക? അത് 7 ദിവസത്തിനകം തന്നെ ഉണ്ടാകുമോ? അതല്ല അതിനു മുമ്പ് ഈ മസ്ജിദിന്റെ താഴെ ഭാഗത്ത് പൂജ ആരംഭിക്കുമോ? ഏതെല്ലാം തരത്തിലുള്ള സംഭവങ്ങൾക്കാകും ഇനി ഗ്യാൻവാപ്പി മസ്ജിദ് സാക്ഷ്യം വഹിക്കാൻ പോവുക എന്നുള്ളതൊക്കെ ആശങ്ക നിറഞ്ഞ ചോദ്യങ്ങളാണ്. അതിന് വരും ദിവസങ്ങളിൽ അതിന് ഉത്തരമുണ്ടാകും. കാത്തിരുന്ന് കാണുക തന്നെ വേണം. എന്തായാലും 1947 മുമ്പുള്ള നിർമ്മിതികളിലൊക്കെ ആരാധനാലയങ്ങളിലൊക്കെ സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്നുള്ള കോടതിയുടെ അതിപ്രധാനമായ ഒരു ഉത്തരവ് കൂടി രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഇക്കാര്യത്തിൽ ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ തന്നെ ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ക്ഷേത്രം പണിതതെങ്കിൽ കൂടിയും ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി വിധി പറയുന്ന സമയത്ത് വിധിന്യായത്തിൽ കൃത്യമായി പരാമർശിച്ച ഒരു കാര്യം 1947 സ്റ്റാറ്റസ് കോ അനുസരിച്ച് തന്നെ ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം. ബാബരി മസ്ജിദിന്റെ ഒരു സ്പെഷ്യൽ കേസാണ്, അതുകൊണ്ട് അക്കാര്യത്തിൽ വിധി പറഞ്ഞത്. പക്ഷേ മറ്റു ആരാധനാലയങ്ങളുടെ കാര്യത്തിലൊക്കെ 1947 എന്താണോ ആരാണോ അവിടെ ആരാധന നടത്തി വന്നിരുന്നത് ആ സ്റ്റാറ്റസ് കോ തന്നെ തുടരണം എന്നുള്ള ആ വിധിയുടെ പരസ്യമായ ലംഘനം കൂടിയാണ് ഗ്യാൻവാപ്പിയിൽ നടക്കുന്നത്. അതെല്ലാം ചോദ്യം ചെയ്തുകൊണ്ടാണ് നിലവിൽ ഈ നിയമ പോരാട്ടം നടക്കുന്നതുമൊക്കെ. എന്തായാലും ഇനി മസ്ജിദ് കമ്മിറ്റി അലഹാബാദ് ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും ഒക്കെ പോകുമ്പോൾ ഈ നിയമ പോരാട്ടം ഏതെല്ലാം വഴികളിലൂടെ നീങ്ങുമെന്നുള്ളതും കൂടി കണ്ടറിയണം.